നമ്മൾ പിടിച്ചെഴുന്നേൽപ്പിച്ചാലും പിന്നെ ഇങ്ങനെ വളഞ്ഞങ്ങ് പോകും. പിന്നെ ഒരു ചൂടും ഉണ്ടായിരുന്നു മേത്ത്. ഞാനാണ് ഹായ്. അപ്പോൾ ഞാനിവിടെ പെറ്റ് ഹോസ്പിറ്റലിൽ വന്നു, സീറ്റ് എടുത്തു, ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പുറത്ത് അമ്മച്ചി മറ്റും കാറിലിരിപ്പുണ്ട്. സെബനെയും കാറിലിരിക്കുമ്പോൾ ബാസ്ക്കറ്റിൽ ഇപ്പോൾ കൊണ്ടുവന്ന് പേടിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് കാണിക്കുന്ന സമയത്ത് ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരും. ഇതുണ്ട ഒരു പട്ടിനെയും കൊണ്ട് വന്നുണ്ട്. എന്താ സുഖമായിട്ട് കാണിക്കാൻ വന്നാൽ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ സെബ പേടിച്ചു കൊടുക്കും, കണ്ടം വഴി കൊടുക്കും. അപ്പോൾ സെബേനെ ആശുപത്രി കയറ്റിയ ശേഷമാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഇച്ചിരി ലെങ്ത്ത് കൂടി പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും, അതൊന്നും കാര്യമാക്കണ്ട. എന്താ അപ്പം ബാക്കി നിങ്ങൾ വീഡിയോയിൽ കണ്ടോ എന്തായിരുന്നു അവിടെ സംഭവിച്ചത്. ആശുപത്രിയിൽ അകത്ത് ഡോക്ടറും ഞാനും തമ്മിലൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ കണ്ടോ. ഓക്കെ വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ സെബനെ കൂട്ടിക്കൊണ്ട് വരുവാണേ. പിന്നെ എവിടെയാണ് കയറണ്ടേ? ഇവിടെയാണോ? ഒരാഴ്ച മുമ്പ് കൊണ്ടുവന്നായിരുന്നേ. അപ്പം അത് ഇനി മരുന്നൊക്കെ തന്നു വിട്ടായിരുന്നു. ഫുഡിൻ്റെ മറ്റേ ഈ ഭക്ഷണത്തിൻ്റെ ഫുഡൊക്കെ തന്നു അത് കൊടുത്തായിരുന്നേ. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാർ ഒട്ടും ആക്റ്റീവല്ല. ഈ ഒരു ചുരുണ്ടിരിപ്പാണ് കേട്ടോ. ഒന്നും ചെയ്തതായിട്ട് കണ്ടില്ല. അമ്മയും ഇവളുമായിരുന്നു ഭയങ്കര കൂട്ട്. അപ്പം അമ്മ പോയ പിന്നെ പുള്ളിക്കാരി അത്ര ആക്റ്റീവ് അല്ലായിരുന്നു, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലായിരുന്നു. പക്ഷേ പിന്നെയും കുഴപ്പമില്ലായിരുന്നു, ആൾ ഓടി നടക്കുകയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല. ഇന്ന് മാത്രം ഇപ്പോൾ ഇച്ചിരി വെള്ളം കുടിച്ചു, മറ്റേത് വെള്ളവും കുടിക്കത്തില്ലായിരുന്നു. ഇതേപോലെ ഒരു ചുരുണ്ടിരിപ്പാ. ഇത് കണ്ടോ, ഇതിപ്പോൾ പേടിച്ചിട്ടാണ്. മറ്റേത് ഇങ്ങനെ നടക്കൂലായിരുന്നേ. ഇതിപ്പോൾ പേടിച്ചിട്ടാണ്, മറ്റേത് ഇങ്ങനെ നടക്കൂല. നീ ഇങ്ങനെ നമ്മൾ പിടിച്ചെഴുന്നേൽപ്പിച്ചാലും പിന്നെ ഇങ്ങനെ വളഞ്ഞങ്ങ് പോകും. പിന്നെ ഒരു ചൂടും ഉണ്ടായിരുന്നു മേത്ത്. സെബാ അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, പേടിക്കണ്ട, അവിടെ നിൽക്ക്. ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഡിപ്രഷനൊക്കെ വരുമോ? അങ്ങനെ കോമൺ ആയിട്ടില്ല, പക്ഷേ ആൻസൈറ്റി പോലത്തെ ഇഷ്യൂസ് വരുന്നു. ആൻസൈറ്റി പോലത്തെ ഇഷ്യൂസ് കാണാറുണ്ട്. ഓക്കെ. ഇപ്പം അമ്മ പോയ പിന്നെ ഇപ്പം ഇത്രയും പ്രശ്നം. പേടിക്കണ്ട കേട്ടോ. ഡോക്ടർ നോക്കുമല്ലേ മോളെ. ഒന്നും കണ്ടില്ല. മറ്റേ ലിറ്റർ സാൻഡിലാണ് പോകുന്നത്. ലൂസ് മോഷൻ ആണെന്നുള്ളത് മനസ്സിലായില്ല. ഇന്നിപ്പോൾ ഒന്നും മോഷണമൊന്നും ഇല്ല. സാധാരണ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുകയൊക്കെ ചെയ്യും. ഇപ്രാവശ്യം ഒന്നുമില്ല. അത് ഫുഡ് കൊടുത്തിട്ടൊന്നും പുള്ളിക്കാർ കഴിക്കുന്നില്ല. പിന്നെ ഇപ്പം നമ്മളെയൊക്കെ വന്ന് നമ്മളിങ്ങനെ സ്നേഹത്തോടെ നക്കുകയൊക്കെ ചെയ്യും. ഇപ്രാവശ്യം അതൊന്നുമില്ല. പുള്ളിക്കാർ നമ്മളുള്ളിടത്ത് നിന്ന് മാറാത്ത ആളാണ്. ഇപ്പം നമ്മുടെ അടുത്തേക്കൊന്നും വരുന്നില്ല. അവിടെ ഞാൻ പറഞ്ഞില്ല, അമ്മയുടെ റൂമില്ലേ, ആ കട്ടിലെ തന്നെ പോയി ഇരിപ്പാണ്. മുകളിലാണ്, താഴേക്ക് കൊണ്ടുവന്നാലും പുള്ളിക്കാരി മുകളിൽ കൂടി പോകും. അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരുടെ അടുത്തൊന്നും പോകാത്ത ആളായിരുന്നു. സെബ ഡോക്ടർ നോക്കട്ടെ. അവിടെ നിൽക്ക്, പേടിക്കണ്ട. പേടിക്കണ്ട കേട്ടോ.
നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. കഴിഞ്ഞ വർഷം ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തല്ലോ. ബ്ലഡ് എന്തോ വെള്ളം കുടിക്കാത്തതിൻ്റെ പ്രശ്നം മാത്രമേ പറഞ്ഞുള്ളൂ. പേടിക്കണ്ട കേട്ടോ, ഒന്നുമില്ല. ഡോക്ടർ നോക്കുമല്ലേ, നമുക്ക് എന്താ പറ്റിയ നോക്കണ്ടേ. ഒരേ ചുരുണ്ടിരിപ്പാന്നേ. ഇന്ന് പുറത്ത് കഴിച്ചിട്ടില്ല അല്ലേ? ഇല്ലില്ല. വെയിറ്റും ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ടെമ്പറേച്ചർ ഇല്ലില്ല, പേടിക്കണ്ട പേടിക്കണ്ട. നോ 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 നോ. ലാസ്റ്റ് ടൈമിനേക്കാൾ ഇപ്പോൾ കൂടുതലാണ്. എന്ത് നമുക്ക് ടെമ്പറേച്ചർ. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഇഞ്ചക്ഷൻ ആയിട്ട് തന്നെ പോവാം. പിന്നെ അത് ഓർലി കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. ഓക്കെ. വീട്ടിലെ അമ്മയില്ലാത്തതുകൊണ്ട് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ആണോ? മറ്റേത് ഞാൻ പിടിച്ചു കൊടുത്ത അമ്മയാണ് കൊടുക്കുന്നത്. മിക്സ് ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ. ഇന്നെന്തായാലും ഇഞ്ചക്ഷൻ ആയിട്ട് പോവാം. ശരി. അഥവാ ഇഞ്ചക്ഷൻസ് ആയിട്ട് പോവാം അല്ലേ? എല്ലാ ദിവസം കൊണ്ടുവരണോ? അപ്പോൾ ഇത് നല്ലത്. ഇന്നിപ്പോൾ ഇച്ചിരി ഡീഹൈഡ്രേറ്റഡ്. അപ്പോൾ ഞാൻ ഐ തന്നെ ഇട്ടേക്കാം. IV-യോ? ആൻറ്റിബയോട്ടിക് ഇതിലാണ് വരുന്നത്. ചേപ്പാ മോളെ പേടിക്കണ്ട, ചിലപ്പോൾ ഇച്ചിരി ഇഞ്ചക്ഷൻ വെക്കും. പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട പേടിക്കണ്ട. നോ 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 നോ. രാവിലെ കഴിച്ചിട്ടില്ലല്ലേ? 2 ദിവസമായി മേഡം എന്തെങ്കിലും കഴിച്ചിട്ട്. ഒന്നും ചെയ്യില്ല. ഓക്കെ, വെരി ഗുഡ്. ചേപ്പാ ഒന്നുമില്ല 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 കേട്ടോ, ഒന്നുമില്ലേ 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 ഒന്നുമില്ലേ. ചേപ്പാ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല ഒന്നുമില്ല. അസുഖം മാറാനാ അസുഖം മാറാനാ. അയ്യോ അസുഖം മാറാനാ. ദൈവമേ അസുഖം മാറണ്ടേ നമുക്ക്. ഇല്ല 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 ഇല്ല. നോ 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 നോ. സെബാ സെബാ മോളെ മോളെ. ഇല്ല ഇല്ല ഇല്ല. ഒന്നും ചെയ്യുന്നില്ല. നോ 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 സെബാ. വെരി ഗുഡ് ഗേൾ. ടെൻഷനാണ് ടെൻഷനാണ് ടെൻഷനാണ്. വെരി ഗുഡ് ഗേൾ. ഇല്ലടാ ഒന്നും ചെയ്തിട്ടില്ലടാ. എന്താടാ ഇവിടെ വാക്സിനൊക്കെ എടുത്താണോ? അവിടെ വാക്സിൻ കഴിഞ്ഞ. എന്താണ് എന്താണ്? ഇല്ലടി ഇല്ലടി ഇല്ലടി. വലിക്കരുത് വലിക്കരുത്. നോ 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 നോ. വലിക്കരുത് വലിക്കരുത്. എങ്ങടാ പോകുന്നത്? ശരി ശരി. ശരി 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 ശരി. ഐഡി ഇടാനാണ്. ഇപ്പൊ കഴിക്കാൻ ദേഷ്യം മാത്രമേ. വലിയ okay. Oh. Yeah. Very good. Okay. Nothing. Very good. Very good. Ipo kari. Ato. One second. ഒന്നും അറിയില്ല.
ഓയ്യോ ജസ്റ്റ് ഒരു അലങ്കോലത്തിനാണെന്നൊക്കെ. ആ കയ്യിലായിരുന്നു പിടിച്ചോ, ഈ കയ്യിൽ പിടിച്ചോ. ഇരണ്ടാവാൻ നോക്കണേ അത് ഇച്ചിരി വളർന്നിട്ടുണ്ട്. ഇല്ല 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 സെബ സെബ മോളെ 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 ആരെന്താ കാണിക്കുന്നത്? ഇല്ല ഇല്ല നീ ഈ ബഹളം വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നീ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇഞ്ചക്ഷൻ വെച്ചതല്ലേ? എന്ത് പോവും? ആ ഒരു പോവില്ല, മിണ്ടരുത് മിണ്ടരുത്. ഒന്നുമില്ല ഒന്നുമില്ല. നീ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാത്തോണ്ടല്ലേ? ആ ആ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമില്ല. ഉണ്ടോ? ഇല്ല. എന്തോ സംഭവം? ട്രിപ്പാണോ? അതിൽ തന്നെ ഇഞ്ചക്ഷൻ കൊടുക്കണം. കുഴപ്പമില്ല. ഈ ചില സമയത്തുള്ളൊരു പാനിക്നെസ്സേ ഉള്ളൂ. കണ്ടോ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ. ഞാനാണ് 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 ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല ഒന്നുമില്ല. ഞാനാണ്, ഞാൻ കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട്. കയ്യാനക്കല്ലേ 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 കയ്യാനക്കല്ലേ. നോ 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 നോ. സെബാ, നീ ഇങ്ങനെ ബഹളം പിടിക്കുമ്പോഴാണ് നിനക്ക് വേദന ആവുന്നത്. വരെയൊക്കെ ഇരുന്നേ. ഇങ്ങനെ നീ ബഹളം വെക്കുന്നേ? നല്ല കുട്ടിയല്ലേ. നമുക്ക് പുറത്ത് പോവാം. ഇത് കഴിയുമ്പോൾ നമുക്ക് പുറത്ത് പോകാം. ഇറങ്ങാൻ പോകാം നമുക്ക്. ആ നമുക്ക് ഇറങ്ങാൻ പോവാം. വീട്ടിൽ പോകണ്ടേ നമുക്ക്? നല്ല കുട്ടിയായിട്ട് അടങ്ങിയിരുന്നാൽ നമുക്ക് വേഗം വീട്ടിൽ പോകാം. അടങ്ങിയിരിക്കുമോ? നല്ല കുട്ടിയായിട്ട് അടങ്ങിയിരിക്കുമോ? ആ വാതിലടച്ചോ. അഥവാ നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പൊട്ടല്ലോ. ഇവിടെ മൊത്തം ഓടിക്കേണ്ടി വരും. അമ്മയില്ലാത്തതിൻ്റെ അമ്മയുടെ ഇത്ര വർഷത്തെ ഇവള് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അമ്മയായിട്ടാണേ. അതെ, ആ വാതിലായിരിക്കും. വേറെ ഒന്നുമല്ല. ഒരു പ്രാവശ്യം ഫസ്റ്റ് ഇടം കൊണ്ടുവന്നപ്പോഴേ ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത് ഇതുപോലെ പുള്ളിക്കാരി കൊതൊരു ഒറ്റ ഓട്ടവും ഭയങ്കര പ്രശ്നം. ഞങ്ങൾ ആരുടെയും കൈ നിന്നില്ല. 3 പേര് പിടിച്ചിട്ട് നിന്നില്ലായിരുന്നു. അമ്മ ഉണ്ടെങ്കിൽ അമ്മ പറഞ്ഞ പുള്ളിക്കാരി കുറേയൊക്കെ നിൽക്കുവേ. വീട്ടിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അമ്മയായിട്ടാണ്. അയ്യോ എടി 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 എന്നോട് ഞാൻ പറഞ്ഞു കൈ അനക്കല്ലേ കേട്ടോ. അത് ഊരിപ്പോയോ?
ഊരിപ്പോയി കഴിഞ്ഞാൽ വേദന കൂടുവേ. അത് ഊരിപ്പോയി കഴിഞ്ഞാൽ വേദന കൂടും. ഇല്ല ഇല്ല ഇല്ല. സെബ സെബ സെബോ സെബോ സെബ മോളെ. ഇല്ല 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 ഒന്നും ഇല്ലടി, ഒന്നും ഇല്ലടി. കഴിഞ്ഞു കഴിഞ്ഞു. ഇല്ല മോള് ഭക്ഷണം കഴിക്കാത്തോണ്ടല്ലേ. പോയാ എന്താ ചാണല്ലേ. നല്ല മോളാണ്, സുന്ദരി മോളാണ്, ചക്കരം മോളാണ്. റിലാക്സ് 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 റിലാക്സ്. ഒന്നുമില്ല കേട്ടോ. എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ 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 ഇവിടെ. ഐ എം ഹിയർ. ഡോണ്ട് വറി ഡോണ്ട് വറി. ഒന്നുമില്ല. ഓക്കെ, ബി കൂൾ ബി കൂൾ. ഇതൊന്നും ഉറക്കം വരുമോ? ഉറക്കം വരുമോ? ഉറക്കം വരുമോ? ഉറക്കം വരുമോ? തുറന്നിരിക്കണോ? അറിയത്തില്ല. ആന്റിബയോട്ടിക് ഓർലി ഇട്ട് തരാമേ. ഇൻ കേസ് ആന്റിബയോട്ടിക് സിറപ്പാണ്. ഓക്കെ. ഫുഡിലും അങ്ങനെ ഓർലി കൊടുക്കാൻ ട്രൈ ചെയ്തോളൂ. ഓക്കെ. അല്ല പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ ആയിട്ട് തരാം. ശരി ശരി. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഓർലായിട്ട് കൊടുക്കാം. ദൂരെ നിന്നാണ്. ഇല്ല, ഞങ്ങൾ ഇവിടെ മറ്റേ മൊബിലിറ്റി ഹബില്ലേ അതിനടുത്താണ്. അമ്മ ഇല്ലാത്തതുകൊണ്ടാണ്. അമ്മയാണെങ്കിൽ കുഴപ്പമില്ല. അമ്മ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഓർലായിട്ട് കഴിക്കുന്നെങ്കിൽ ഓർലായിട്ട് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം. കഴിക്കുകയൊക്കെ ചെയ്യും. നിർബന്ധിച്ച് കൊടുക്കണതേ ഉള്ളൂ. അത് കുഴപ്പമില്ല. രാവിലെ കൊണ്ടുവരാം. എത്ര ദിവസം നോക്കണം നോക്കാം? 5 days ആണ്. പെട്ടെന്നാണോ നമുക്ക് ദേഷ്യം വരുന്നത്? ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? കയ്യിലെ ചാടും ചാടും ചാടും. ഓക്കെ ആകട്ടെ നിനക്ക്. എന്താ വേണ്ടത്? ഓക്കെ ആണോ? പിടിച്ചിരിക്കാൻ പാടില്ലേ? പിടിച്ചിരിക്കാൻ പാടില്ലേ? ഓക്കെ ആണോ നിനക്ക്? അത്രേ വെരി ഗുഡ്. അത് ഊരിത്തരാം 2 മിനിറ്റ് എല്ലാം ഊരിത്തരാം കേട്ടോ. എന്തായിരിക്കും ഇങ്ങനെ വരാൻ കാരണം? മോസ്റ്റ്ലി എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആകുമ്പോഴാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. പക്ഷെ ബ്ലഡിൽ ലാസ്റ്റ് ടൈം അങ്ങനെ ഇല്ല. ഇനിയും അത് പെർസിസ്റ്റന്റ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് റീചെക്ക് ചെയ്യണം. മുമ്പത്തെ കാര്യങ്ങളെക്കാളും കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ നോക്കാൻ. വീട്ടിൽ തന്നെ അങ്ങനെ പുറത്തേക്കൊന്നും വിടുന്നില്ല. പിന്നെ പുല്ല് കഴിക്കും. പുല്ല് ഇപ്പം കഴിച്ച 2 ദിവസമായി. ഏറ്റവും ഇങ്ങനെ ഭയങ്കര ക്ഷീണം എങ്ങനെ മുമ്പ് ഒരു ദിവസം പുല്ല് കഴിച്ചതിന് അതിൻ്റെ വെച്ചാണോ അങ്ങനെ എന്തെങ്കിലും അപ്സെറ്റ് ഉണ്ടാകുമ്പോൾ കാണിക്കാറുണ്ട്. ഇപ്പം ഇന്ന് ആൻറ്റാസിഡും ആൻറ്റിബയോട്ടിക്കും പിന്നെ ഫിസിക്സും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഓർലി മെഡിസിൻസ് ഒന്നും കൊടുക്കാനില്ല. പിന്നെ ഫുഡ് മാത്രം കൊടുത്തു നോക്കിക്കോളൂ. അവർക്ക് എന്താണ് ഇഷ്ടം അങ്ങനെ കൊടുത്തു നോക്കിക്കോളൂ. കഴിക്കുന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് ഓർലി മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും. ഇല്ല കഴിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇഞ്ചക്ഷനായിട്ട് പോവാം. ഒട്ടും ഇമ്പ്രൂവ്മെന്റ് ആവുന്നില്ലെങ്കിൽ ഒരു 3 days കഴിഞ്ഞ് ബ്ലഡ് കൗണ്ട് റീചെക്ക് ചെയ്ത് നോക്കാം. മുമ്പത്തെക്കാളും എന്തെങ്കിലും ചേഞ്ചസ് വേരിയേഷൻ വരുന്നുണ്ടോ? ഇതിപ്പോൾ ഒരു കളഞ്ഞാലും കുഴപ്പമില്ല. ഇത് ബ്ലഡ് വരാണ്ട് കുഴപ്പമില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഒരു അലങ്കോലപ്പണി ഇരുന്നോട്ടെ. ഒരൊറ്റ സിറപ്പ് മാത്രമേ ഉള്ളൂ. ഒരൊറ്റ സിറപ്പാണ് ആൻറ്റിബയോട്ടിക്.
മറ്റേ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തല്ലോ കാമിന എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രൗൺ കളർ, അത് ഗ്യാസിന്റെ ആണ്, അത് വേണമെങ്കിൽ കൊടുക്കാൻ കുഴപ്പമില്ല. ഓക്കെ, ഫുഡിൽ കൊടുത്ത് നോക്കാം, കഴിക്കുന്നതിന് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടുന്ന് തരുന്ന മരുന്ന് കൊണ്ടുവന്നാൽ പോലെ മതി. safe and secure. ഞാനേ മെഡിസിൻ വരുന്നത് ഞാൻ മെഡിസിൻ വരുന്നത് എന്താ കാർഡ് എടുക്കില്ലേ? മൊത്തം എത്രയും ഇത് മറ്റേ സിറിഞ്ചിനല്ലേ കൊടുക്കണ്ടേ മരുന്ന്? ആൻറ്റിബയോട്ടിക് സിറിഞ്ചിനല്ലേ കൊടുക്കണ്ടേ? ആണോ? ശരി ശരി. അതായത് സ്റ്റെറൈൽ വാട്ടർ ഇത് ശരി. ഈ സ്റ്റെറൈൽ വാട്ടർ മൊത്തം ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ ബോട്ടിൽ ശരി 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 ശരി. അതെങ്ങനെ എത്ര ഡ്രോപ്പാണ് കൊടുക്കണമെന്നുള്ളത് എഴുതി തരും. ഇനി ഫുഡ് മിക്സ് ചെയ്യുകയാണ് അതും കൂടെ ഒന്ന് ഫുഡ് ഓക്കെ. അവിടെ സമ്മതിക്കാൻ ചാൻസ് കുറവാണ്. ഞങ്ങൾ സാധനം പിടിച്ചു കൊടുക്കാറ് പതിവ്. അപ്പോൾ അമ്മ ഉണ്ടെങ്കിൽ പിടിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മ സ്ഥലത്തില്ല. 760 കാർഡാണ്. എങ്ങനെയാ? വൈഫൈ ഇല്ല. ടാപ്പ് ചെയ്യാൻ തോന്നിയപ്പോൾ എനിക്ക് തോന്നിയിട്ടായി വൈഫൈ ആണ്. അല്ല, ഞാൻ തരാൻ വേണ്ടി വന്നില്ലേ? നോക്കട്ടെ ചെക്ക് ചെയ്യട്ടോ. ഇത് 1 ml വെച്ച് 2 നേരം കേട്ടോ. ഓക്കെ ഓക്കെ. 1 ml വെച്ചിട്ട് 2 നേരം ഭക്ഷണം കഴിഞ്ഞിട്ട് ശരി. ഇനി ഭക്ഷണത്തിന് ഭക്ഷണം കഴിഞ്ഞിട്ടല്ലേ? ഭക്ഷണം കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഭക്ഷണത്തിൽ മിക്സ് ചെയ്തോളൂ. ശരി ശരി. അല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞത് കഴിച്ചില്ലെങ്കിൽ. ഓക്കെ. അതായി പേയ്മെൻ്റ് ആയോ? ആയി. താങ്ക് യു. ശരി. അപ്പോൾ ഏതായാലും കണ്ടില്ലേ, ഇതൊക്കെ അവിടെ നടന്നത്. ശരിക്കും മടുത്തുപോയി. അമ്മ ഇല്ലാത്തതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം അമ്മ ഉണ്ടെങ്കിൽ പിന്നെ അവൾ പറഞ്ഞു നിൽക്കും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പിടിച്ചു നിർത്താനൊക്കെ അറിയാം, പക്ഷേ ഈ പറഞ്ഞു നിർത്താൻ എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് അമ്മ തന്നെ വേണം. മാത്രമല്ല അവൾ വീട്ടിലെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അമ്മയായിട്ടാണ്. അവൾക്ക് അറിയാം, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അവരാണ് ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത്. എന്നെ കഴിഞ്ഞൊക്കെ അവരാണ് ഏറ്റവും കൂടുതൽ ക്ലോസ്. അതാണ്. അപ്പോൾ അങ്ങനൊരു ഇതുണ്ടായിരുന്നു. ഏതായാലും ഓക്കെ. ഇനിയിപ്പം ഡോക്ടർ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ബാക്കി നമുക്ക് നോക്കാം എന്താവും എങ്ങനെയാണെന്നൊക്കെ. ഇനിയിപ്പം കൊണ്ടുവരേണ്ടി വരുമെന്ന് അറിയത്തില്ല ഹോസ്പിറ്റലോട്ടെ. അമ്മ ഇല്ലാത്തതുകൊണ്ട്, അമ്മ ഉണ്ടെങ്കിൽ ഞാനും അമ്മയും കൂടി മരുന്ന് കൊടുക്കുന്നതൊക്കെ. അപ്പം അമ്മ ഇല്ലാത്തതിനൊരു പ്രശ്നമുണ്ട്. മരുന്ന് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കാം, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടതായിരിക്കും മരുന്ന് കൊടുക്കാനേ. നോക്കാം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ സ്റ്റെറൈൽ വാട്ടർ നിറച്ച് വെച്ചിട്ടുണ്ട്.
സ്റ്റെറൈൽ വാട്ടർ അത് അതിനകത്ത് ഒഴിച്ചിട്ട് വെക്കാൻ പറഞ്ഞു ആശുപത്രി കൊണ്ടുവന്ന് ഫലം ഉണ്ടാളിയാ അതെ അവൾ ഭക്ഷണം കഴിക്കുന്നത്. അയ്യോ എൻ്റെ ദൈവമേ, എത്ര ദിവസമായി എൻ്റെ കൊച്ചു വെള്ളം കഴിക്കുന്നു? 2 ദിവസമായി. പാവം. നേരത്തെ വെള്ളം കുടിച്ച ഫോട്ടോ ഞാൻ എടുത്തപ്പോൾ അത് ഞാനിവിടെ ഇട്ടേക്കാം. എന്തോ? ഓ വരുന്നു. അപ്പോൾ നമ്മൾ സെമ്പക്കുട്ടിക്ക് തീറ്റ കൊടുക്കാൻ പോകും. അതെ, ആ ട്രിപ്പ് ഇട്ടപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഇച്ചിരി ആ സൂക്ഷിച്ചോളാം. അവിടെ ഇരുന്നിട്ടാണോ കൊടുക്കുന്നത്? ശബമോളെ, മോള് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടല്ലേ ഇപ്പം ഇത്രയും കഷ്ടപ്പെടുന്നു വന്നേ. ദൈവമേ, ഡ്രിപ്പിട്ട പിന്നെ കേട്ടോ ഒരു ഉഷാർ വന്നേ. എന്തൊക്കെ പറഞ്ഞാലേ ഡ്രിപ്പിട്ട പിന്നെ ആളൊന്ന് ഉഷാറായത്. ഇത്രയാ 1 ml 2 നേർക്ക് വരും. എന്നുവെച്ചാൽ 1 ml സിറിഞ്ചിൻ്റെ ഇതാണ് പിസ്റ്റൻ്റെ അത് അകത്തിരിക്കുന്നു കേട്ടോ. ഇത് എപ്പോഴും എടുത്താലും നല്ലോണം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യും. അവിടെ വെച്ച് കൊടുക്കാൻ മതി. അവിടെ നിന്ന് കൊടുക്കാം. വാഷ് ബേസിനോട് ലൈറ്റ് ഇട്ടോ അപ്പോൾ കാണാമല്ലോ. ശരിക്കും വേണ്ട ശ്വാസം പോയി. പാവം. എടാ ആ കയ്യ ഏത് കയ്യാന്ന് മനസ്സിലായി? മറ്റേ കൈ. ബാബു മോളെ കളയത്തില്ല. പോയോ? കുറച്ചേലും പോയോ? ഒട്ടും പോയില്ല. എല്ലാം വായിലോട്ട് തന്നെ പോയി. വിടണ്ട. അതല്ല വായി പോയോന്നാ ചോദിച്ചേ. എല്ലാം പോയി. മൂക്ക് ഞെക്കില്ല. ആ നീ കണ്ടില്ല, പക്ഷെ ഞെങ്ങിപ്പോയി. അന്നേരം മൂക്ക് ഞെക്കിയപ്പോ കൈ മരുന്നാണോ? അല്ല, തുപ്പല്. പോയില്ലല്ലോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എന്താ വീഡിയോ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന സമയത്ത് ചെമ്മയുടെ വലത്തെ കൈ വല്ലാണ്ട് വീങ്ങിയിരിക്കുമായിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല. ബ്ലഡൊക്കെ വന്ന് വീങ്ങി വല്ലാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്തില്ല. വെറുതെ എന്തിനാ, ഓൾറെഡി നല്ലപോലെ എല്ലാവർക്കും വിഷമമായിട്ടുണ്ടോ, പിന്നെ അതുകൊണ്ട് കാണിച്ച് വിഷമിക്കേണ്ടത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഇപ്പോൾ കൈയൊക്കെ ഓക്കെയാണ്. വീക്കൊക്കെ മാറി. നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ, വീക്ക് ഒന്നുമില്ല, കുറഞ്ഞു. അപ്പോൾ ഓക്കെ, നമുക്ക് നാളെ കാണാം. ബൈ.